കളിക്കണ്ടട്ടാ. അല്ലയോ ആൺമരമേ, നീയും ഞാനും തമ്മിൽ എന്ത് വ്യത്യാസം? മനുഷ്യൻ പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോ നീ ചിലപ്പോൾ ആടി ഉലയുന്നു, ഞാനോ പൊട്ടിക്കരയുന്നു, പൊട്ടിച്ചിരിക്കുന്നു. വേണോ? അതെ, കാലം കരികാലം, ആർക്കും ആരോടും ബഹുമാനമില്ല, കടപ്പാടില്ല, ആത്മാർത്ഥതയുമില്ല, സ്നേഹവുമില്ല. ഒരു കൊയ്ത്തുപാട്ട് പോലും കേൾക്കാനില്ല. എന്തിനേറെ ഒരു താരാട്ട് പോലും എങ്ങും കേൾക്കാനില്ല. എങ്ങും എങ്ങും സ്വാർത്ഥത മാത്രം, സ്വാർത്ഥത മാത്രം. ഇന്നും കൂടി മാത്രമേ ഞാൻ നിന്നോട് കൂടെയുള്ളൂ. നാളെ ഞാൻ നിന്നോട് വിട പറയും. നിന്നിലിനിയൊരു ഇലതളിർത്ത് നീ മാറുമ്പോ ഞാൻ നിന്നരികിലെത്താം. ഉറക്കമില്ലെങ്കിലും സുഖത്തെ ഈ രാത്രി കൂടി നിന്നടിയിലൊന്ന് ഞാൻ വിശ്രമിച്ചോട്ടെ. കളിക്കണ്ടോ? എനിക്കിത് തന്നിട്ട് പോടാ. 2 ദിവസമായി നീ എനിക്ക് തരാതെ പോകുന്നു. ഇന്നെങ്കിലും ഒന്ന് താടാ. ഇന്നത്തെ തീർന്നു പോയല്ലോ. ഇന്നത്തെ ഒന്ന് ബാക്കിയുണ്ട്. ഇതാ നല്ല വാർത്തകൾ. അനിയൻ ചേട്ടനെ വെട്ടിക്കുന്നു. അതിർത്തി തർക്കം.
ജയിലിൽ ഉണ്ട തിന്ന ഉണ്ട. ഇപ്പോൾ ഉണ്ടയല്ല, ചിക്കനും ചപ്പാത്തിയും. ഇനിയുള്ള വാർത്തകൾ വായിക്കുവാൻ പറ്റിയതല്ല. ഒരു വയസ്സു മുതൽ 90 വയസ്സുവരെയുള്ളവരെ വെറുതെ വിടാത്ത ചെന്നായക്കളുടെ നാടാണിത്. ചെന്നായക്കളുടെ നാടാണിത്. എന്നാൽപമിത്രമേ, ഇലകൊഴിഞ്ഞാൽ മരമേ, യാത്രയാകുന്നു ഞാൻ നിന്നോട്, യാത്രയാകുന്നു ഞാൻ. എന്റെ കഥകളും എന്റെ കവിതയും എന്റെ സ്വപ്നവും എന്റെ മോഹവും എന്റെ സന്തോഷവും എല്ലാം എല്ലാം അറിയുന്ന എന്നാൽപമിത്രമേ, യാത്രയാകുന്നു ഞാൻ. നിന്നിലിനിയൊരു ഇല തളിർത്തു നീ യൗവനയുക്തനായി മാറുമ്പോൾ, നാട്ടിൽ നന്മ നിറയുമ്പോൾ ഞാൻ നിൻ അരികിലെത്താം. എന്നാൽപമിത്രമേ, ഇലകൊഴിഞ്ഞാൽ വരവേ, യാത്രയാകുന്നു ഞാൻ, യാത്രയാകുന്നു ഞാൻ. എടാ ബാബു, എടാ ബാബു, ഒരു അടക്കിങ്ങ എടുത്തേടാ. കണ്ടായിരുന്നേ, എന്റെ കാലൊടിച്ചല്ലോടാ. എന്നെ ഒന്ന് പിടിച്ചേടാ. എടാ തീറ്റിപ്പണ്ടാറമേ, ഞാൻ നിന്നെ അല്ല വിളിച്ചത്, ഇവനെയാ. ഈ തറവാട് തിന്നു കുടിപ്പിക്കാനല്ലാതെ നിന്നെ കൊണ്ട് വേറെ എന്തിനു കൊള്ളാടാ. എനിക്ക് പറ്റിയൊരു തെറ്റാ നിന്നെ ജോലിക്ക് വെച്ചത്. നിന്റെ അച്ഛനുള്ള കാലം മുതൽക്കേ ഈ കുടുംബത്തിലെ അംഗമാ. എന്നാൽ ഈ ബംഗാളി ബാബു വന്നിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. ഒരു കാര്യം നടക്കണമെങ്കിൽ ഇവൻ വേണം. എല്ലുമുറിയെ തിന്നാൻ പണിയാൻ ഇവനും വെപ്പം. എന്താടാ? നീ അകത്ത് പോയി ആ തൈലക്കുപ്പിങ് എടുത്തേ. ധരിച്ചോട്ടോ. എന്താടാ അവിടെ? ഒന്നുമില്ല. നീ തൈലക്കുപ്പി എടുക്കടാ. എടാ ബാബു, ആ കിഷോറിനെ കണ്ടില്ലല്ലോ. പാടത്ത് പണിക്കാരെ ഒപ്പിക്കാമെന്നും പറഞ്ഞേ എന്റെ കയ്യിൽ നിന്നും 5000 രൂപ വാങ്ങി പോയവനാ. അവൻ പറ്റിക്കുമ്പോടാ. ഇല്ല ചേട്ടാ, പറ്റിക്കില്ല ചേട്ടാ. ആ കിഷോറോ?
നിന്നെ കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. നിന്റെ പണിക്കാരെല്ലാം നാളെ പാടത്തെത്തുമല്ലോ അല്ലേ? അത് എന്തൊരു ചോദ്യമാ എന്റെ ചാത്തുന്നേട്ടാ. ഞാനൊരു കാര്യമേറ്റാൽ അത് നടത്തി തരാതെ ഇരുന്നിട്ടുണ്ടോ? നാളെ കാലത്ത് 10 ബംഗാളികൾ പാടത്ത് പണിക്കുണ്ടായിരിക്കും. എന്താ അതുപോലെ? ശരി ശരി. നീ അകത്ത് പോയി ആ തീറ്റിപ്പണ്ടാറത്തെ വിളിച്ചോണ്ട് വാ. ശരി കേട്ടോ. ഇപ്പോഴേ നീ എന്റെ കയ്യിൽ നിന്ന് കണക്ക് പറഞ്ഞ് കാശ് വാങ്ങുന്നുണ്ട്. അതെല്ലാം ആ പാവം ബംഗാളികൾക്ക് കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ? അത് കറക്റ്റായി കിട്ടി കൊടുക്കുന്നുണ്ട് ചാത്തുന്നേട്ടാ. നാളെ പാടത്ത് പണിക്കായി 10 ബംഗാളികളുണ്ട്. രാവിലത്തേക്ക് മുറ്റത്തേക്കുമായി ഭക്ഷണം കരുതണം. 2 ഇടങ്ങഴി അരി കൂടുതലിട്ടോ. ഇത്തിരി കൂടിയാലും കുറയണ്ട. ബാക്കി വരാതെ നോക്കാൻ ഇവിടെ തന്നെയുണ്ടല്ലോ ചിലര്. കൊല നല്ല കൊല. ഞാൻ പറഞ്ഞ കാര്യം എല്ലാം ഞാനേറ്റു. എന്താ പോലെ എന്നാ ഞാനങ്ങ് ആയിക്കോട്ടെ ആയിക്കോട്ടെ. വേണ്ട, ഞാൻ ഇരിക്കണോ നിങ്ങളുടെ പണം. അച്ഛനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ കാര്യം? ഇനി പൈസയുടെ വല്ല കാര്യവും കാണോ? നിനക്ക് പണിക്കാർക്ക് കാശ് കൊടുക്കുന്ന കാര്യത്തില് ഇത് ധാരാളിത്തമാണ്. വല്ല ബംഗാളികളെ കൊണ്ട് പണിച്ചാല് ഇത്രയും ചെലവ് വരുമോ? അതൊന്നുമല്ല, ഈ ബംഗാളികളെ കൊണ്ട് പാടത്ത് പണി എടുപ്പിക്കണോ? വല്ല നാട്ടിൽ നിന്ന് വന്നവരേക്കാൾ നല്ലത് 100 രൂപ കൂടുതൽ കൊടുത്താൽ നാട്ടിലെ പണിക്കാരെ കിട്ടുമല്ലോ. വെറുതെ. നിനക്കെന്തറിയാം? പണ്ട് കാലത്ത് ഈ കാണുന്ന ഏക്കർ കണക്കിന് സ്ഥലത്ത് നാട്ടിലെ തൊഴിലാളികൾ പണിയെടുത്ത് മാന്യമായി ഒരു കൂലിയും അതിനപ്പുറം ഒരു സൗഹൃദവും സ്ഥാപിച്ച കാലം ഉണ്ടായിരുന്നു. ഇന്നതില്ലല്ലോ. സൗഹൃദത്തെക്കാൾ ഉപരി പണവും സമയവും ആനുകൂല്യവും നോക്കിയാ ജോലിക്ക് വരുന്നത്. ഈ ബംഗാളികളാകുമ്പോ അതിന്റെ ആവശ്യമില്ല. ചെവിയിൽ വെക്കണ ഒരു കുന്ത്രാണ്ടവും 400 രൂപയും കൊടുത്ത കാര്യം നടക്കും. അതാ ലാഭം. ഇതച്ഛൻ മാറ്റി പറയേണ്ട ഒരു കാലം വരും. അന്ന് അച്ഛൻ അത് മനസ്സിലാക്കിയോളൂ. ശരി ശരി, അങ്ങനെ ആവട്ടെ. ബാബു ബാബു, എടാ നിനക്കവിടെ വേറെ പണിയൊന്നും ഇല്ലേടാ? വെള്ളം തിളപ്പിക്കണം, നേരെ പണിയൊന്നുമില്ല. ഭക്ഷണമൊക്കെ കാലായല്ലോ അല്ലേ? പലഹാരമൊക്കെ ഈ ചേട്ടത്ത് നിന്ന് തീർത്തു. എന്താ പറയുന്നത്? ഈ നാശത്തെയാണല്ലോ ഞാൻ ചുമക്കുന്നത്. എലി മുന്നല് കണ്ട പോലെയാ. ഒരു പലഹാരവും വായിൽ വെക്കാൻ കിട്ടില്ല. അതെങ്ങനെയാ? ഉണ്ടാക്കി പാത്രത്തെ വീണേക്കാൻ മുന്നേ ഈ മാളത്തിലേക്കല്ലേ പോകുന്നത്? നീ അകത്ത് പോയി വെള്ളം തിളപ്പിക്കണ്ട രാമു. നീ വന്നേ. എന്താ ചേട്ടാ? കുറച്ച് പലഹാരം കൂടി വേഗം ഉണ്ടാക്കണം. പാടത്തേക്ക് കൊടുത്തുവിടാനുള്ളതാ. ആ തീറ്റിപ്പണ്ണാളം കാണാതെ വെച്ചേക്കണം. ശരി ചേട്ടാ. ഹലോ. ആ അതെ. ആ പറയൂ. രാജേന്ദ്ര, രാജേന്ദ്ര, ഈ കുന്ത്രാണ്ടം കണ്ടുപിടിച്ചതിന് ശേഷം
സ്വന്തം മക്കളായാൽ പോലും ഒരു കാര്യത്തിന് കിട്ടുന്നില്ല. എടാ രാജേന്ദ്ര, എന്താ നിന്നെയൊന്നും ഒരു കാര്യത്തിന് കിട്ടുന്നില്ലല്ലോ. ഒരു ബാങ്ക് മാനേജറായ എന്റെ ഉത്തരവാദിത്തങ്ങൾ അച്ഛനറിയാവുന്നതല്ലേ? ശരി ശരി, നീ ഇന്ന് ബാങ്കിൽ നിന്ന് വരുമ്പോൾ 50,000 രൂപ എടുക്കണം. അതെന്തിനാ അച്ഛാ? പാടത്ത് പണിക്കാർക്ക് കൂലി കൊടുക്കണം. പിന്നെ കൃഷി ഓഫീസിൽ പുതിയ തെങ്ങിൻ തൈകൾ വന്നിട്ടുണ്ട്, അതും വാങ്ങണം. അച്ഛന് ഇതിന് വല്ല ആവശ്യമുണ്ടോ? പണ്ടേ ഞാൻ പറഞ്ഞതല്ലേ, ഈ സ്ഥലത്ത് ഒരു വലിയ ഫ്ലാറ്റ് കെട്ടി അത് വിറ്റോ വാടകയ്ക്ക് കൊടുത്തോ ജീവിച്ചാൽ പോരെ. ഈ പ്രായത്തിൽ മണ്ണിൽ കുഴഞ്ഞ് വല്ല അസുഖം വരുത്തണോ? കാലത്തിനൊത്ത് കോലം മാറണം അച്ഛാ, കോലം മാറണം. എടാ, നീ ചിന്തിക്കുന്ന പോലെ ഈ നാട്ടിലെ എല്ലാ കൃഷിക്കാരും ചിന്തിച്ചാലേ ഈ വലിയ കെട്ടിടം കെട്ടാനുള്ള ആരൊക്കെ ഉണ്ടാവോടാ നിനക്ക്? അച്ഛനോട് ഒരു കാര്യം പറഞ്ഞിട്ടൊരു കാര്യമില്ലേ, ഞാൻ പോവാ, എനിക്ക് ഓഫീസിൽ കൊണ്ട ടൈമായി. എടാ, 1 ആക്കിട്ട് നമുക്കെന്താ ലാഭം? നീ അവൻ്റെ 2 പറയും. ആ ഓക്കെടാ, ബൈ ബൈ. ഓക്കെ, അപ്പം ജോലി. ഹലോ, യെസ് ഐ എം ആകാശ് സ്പീക്കിംഗ്. PR ആകാശ്. Okay, I will do my best. Okay bro, okay. നിനക്ക് അവിടെ ദുബായിൽ കമ്പ്യൂട്ടറിന്റെ പണിയല്ലേടാ? ഇതൊന്ന് പിടിച്ചെന്നെ മുത്തച്ഛ. നോ മൈ ഡിയർ, ഞാൻ അവിടുത്തെ സുൽത്താനല്ലേ. ഇതാ കുഴപ്പം. ആകാശ്, ആ കാശും പോയി. ബാബു, ബാബു, ഇപ്രാവശ്യം നീ തന്നെ എത്തിയല്ലോ. ആ തീറ്റപ്പണ്ടാറില്ലേ അവിടെ? ഊന്നാത്തായ ചേട്ടാ, എന്താ ഭഗവതി, രാവിലെ തന്നെ തീറ്റയിലാണല്ലോ. ഇവൻ എന്റെ കുടുംബം കുട്ടിച്ചോറാക്കും. മുത്തച്ഛ, നാത്താകേന്ന് പറഞ്ഞ കുളിക്കാണെന്ന് അർത്ഥം. ഭാഗ്യം, കുറച്ച് സമയമെങ്കിലും ആ വായിക്കൊരു ഒഴിവ് കിട്ടുമല്ലോ. ഇല്ല ചേട്ടാ, ഓ ഏക്ക് പറ്റി മിക്സറിലേക്ക് കയറാം. എന്റെ ഭഗവതി, എല്ലാ പാത്രത്തിനും പൂട്ടും താക്കോലും വെക്കേണ്ടി വരുമല്ലോ. മുത്തച്ഛ, രാമുവായിട്ട് ബാത്റൂമിലേക്ക് വിളിച്ചിട്ട് മിക്സറുമായ പോയേക്കേടെന്നാ പറഞ്ഞേ. ഈശ്വര, മീരവിടെ നിന്നേ. കോളേജ് വിട്ട് വരുമ്പോഴ് കൃഷി ഓഫീസിൽ ഒന്ന് കയറണം. പുതിയ തെങ്ങിൻ തൈകൾക്കുള്ള അപേക്ഷ വാങ്ങാൻ മറക്കരുത് കേട്ടോ. ശരിയാവില്ലല്ലോ. ഇതുമല്ല ആക്രിക്കാർ കൊടുക്കല്ലേ മുത്തച്ഛ. ഈ പാട്ടുകെട്ടി കൂടെ ഇല്ലെങ്കിലേ എന്തോ ഒരു കുറവ് പോലെയാ. ചെറുപ്പം മുതലുള്ള ശീലമാ, അതാ പറ്റോ? ഈ പുരാവത്വം കൊടുത്ത് പുതിയ എഫം ഉള്ളതോ ബ്ലൂടൂത്ത് ഉള്ളവരും മേടിച്ചു വെക്കുന്ന മുത്തച്ഛ. വേണ്ട എന്നെ പറ്റോ? കോളേജിൽ പോയ കുട്ടി ഇതുവരെ കണ്ടില്ല. സമയം 6 മണി കഴിഞ്ഞിരിക്കണു. അവള് വല്ല കോളേജ് പഠിച്ചിട്ട് ഇപ്പൊ കറങ്ങുന്നോ മുത്തച്ഛ? ഇതൊക്കെ അല്ലേ ഇപ്പോഴത്തെ പിള്ളേരുടെ ട്രെൻഡ്. അവളിന്ന് വരട്ടെ. ആരുമില്ല ഇവിടെ സന്ധിച്ചൊരു തിരിതെളിയിക്കാൻ. ദീപം 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 ദീപം. നാണമില്ലേടാ നിനക്ക്? എന്ത് കോലമാടാ! അകത്ത് പോയി
പോയി വേഷം മാറണ നാണമില്ലാത്ത പൊട്ടൻ. സുന്ദരിയെ ആരോ വരുന്നുണ്ടല്ലോ. ആരായി ആ സമയത്ത്? ആരാ? ആകാശിന്റെ ഫ്രണ്ടാ. ഗോവിന്ദ, നീ ഒന്ന് വന്നേ. എന്താ? നീ എവിടെയെങ്കിലും പോയി വിളിച്ചോ. പോലീസിന്റെ പിന്നാലെ ഉണ്ട്. അവൻ നമ്മൾ ചതിച്ചോടാ. എല്ലാ തെളിവുമായി പോലീസ് ഇപ്പൊ ഇവിടെ എത്തും. അവരുടെ കയ്യിൽ നീ പെട്ടതാ. ഇതെങ്ങനെ എന്റെ അച്ഛനും മുത്തച്ഛനും അറിഞ്ഞ? എന്താടാ പഴക്കം പറയുന്നേ? ഒന്നുമില്ല. നീ ആരെയും കണ്ടിട്ടുണ്ടോ? സമയം എന്തായെന്ന് അറിയാമോ? എവിടെയായിരുന്നു ഇത്രയും നേരം? നാളെ മുതൽ കൃത്യസമയത്ത് വീട്ടിൽ തിരിച്ചെത്താമെങ്കിൽ മാത്രം കോളേജിൽ പോയാൽ മതി. അവനവന് സൂക്ഷിച്ചാലേ അവനവന് നല്ലത്. കേട്ടല്ലോ? നീ നിനക്ക് അകത്ത് പോകാം. കലകിയിരിക്കുന്നല്ലോ. മോൾ കരഞ്ഞോ? എന്ത് പറ്റി? ഞാനിത് വാങ്ങാൻ കയറിയതാ. എന്റെ മോളെ എനിക്കറിയാമല്ലോ. മോള് മോശമായ രീതിയിലൊന്നും നടക്കില്ലെന്ന് അച്ഛന് നന്നായി അറിയാവുന്നതല്ലേ. എന്നാലും മോള് ശ്രദ്ധിക്കണം. ഒരുപാട് ചെന്നായിക്കുള്ള നാടായിരുന്നു. മോള് ശ്രദ്ധിക്കണം കേട്ടോ. മോള് അകത്തേക്ക് പോയി അച്ഛൻ നടക്കുന്നവരെ ഇവിടെ ഇരിക്കട്ടെ. ഇല്ലാതെ വളർന്നതാണ് എന്റെ മോള്. കത്തോളേ എന്റെ ഗുരുവായൂരപ്പ.
കാര്യം? ആകാശാരാ എന്താണ് പ്രശ്നം സാർ? ആകാശുണ്ടോ? രാജേട്ടാ, രാജേട്ടാ, എന്താണ് പവിത്ര? പോലീസ് നമ്മുടെ ആകാശം അന്വേഷിച്ചു. എന്താ കാര്യം ചേട്ടാ? എന്താണ് സാർ? എന്താണ് കാര്യം? ഇവിടെ ആകാശം വിളിക്ക്. ആകാശം, മോനെ ആകാശം. ഞങ്ങൾ ഇവനെ അറസ്റ്റ് ചെയ്യാൻ വന്നതാണ്. നിങ്ങൾ സഹകരിക്കണം. എന്താണ് സാർ അവർ ചെയ്ത കുറ്റം? നിങ്ങൾക്ക് മക്കളെ കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല. ജോലിയല്ലേ തിരക്കുള്ള ജോലി. നിങ്ങളെ പോലുള്ളവർ വന്നാലേ ഇവനെ പറ്റിയില്ല നിങ്ങൾ അന്വേഷിക്കൂ. അറസ്റ്റ് ചെയ്യണം. സാർ, ബാക്കി സ്റ്റേഷനിൽ സംസാരിക്കാം. നിങ്ങൾക്ക് നന്നാക്കാൻ പറ്റാത്തവരെ ഞങ്ങളൊന്ന് നന്നാക്കാൻ ശ്രമിക്കട്ടെ. നടക്കണം. മോനെ, എന്താ രാജേന്ദ്ര, നമ്മുടെ വീട്ടിൽ പോലീസൊക്കെ? അച്ഛ, നമ്മുടെ ആകാശിനെ കൊണ്ടുപോകാൻ വന്നതാ. ആകാശിനെയോ? എന്താ കാര്യം? ഓ, ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല അച്ഛാ. സാർ, പോലീസുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഈ കുടുംബത്തിൽ ഇന്നലെ നടന്നിട്ടില്ല. ഇതിന് ചോദിക്കുക, എന്താണ് അവർ ചെയ്ത കുറ്റം? ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ നാളെ മാധ്യമങ്ങളിൽ നിന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എങ്കിലും ഞാൻ പറയാം, ഇവൻ വിദേശ രാജ്യങ്ങളിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന സംഘത്തിലെ പ്രധാനി. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ തെളിവുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഇവനെ കോടതിയിൽ വെച്ച് കാണും. അച്ഛാ, നമുക്ക് ആകാശിനെ ജാമ്യത്തിലിറക്കേണ്ട കാര്യങ്ങൾ ചെയ്യണ്ടേ? രാജേന്ദ്ര, ഒരു തലമുറയെ മുഴുവൻ വഴിതെറ്റിക്കുന്ന അപകടമായ വസ്തു കൈകാര്യം ചെയ്ത കുറ്റത്തിനാ പോലീസ് അവനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നീ ചിന്തിക്കണം, നമ്മുടെ മകൻ മൂലം ഒട്ടനവധി മാതാപിതാക്കൾക്ക് അവരുടെ മക്കളെ നഷ്ടപ്പെടുന്നു, അവരുടെ സ്വപ്നങ്ങളില്ലാതാകുന്നു. അതിന് കാരണമായവനെ സഹായിക്കുന്നത് ഏറ്റവും വലിയ രാജ്യദ്രോഹ കുറ്റമാണ്. നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും സംസ്കാരം ഞാൻ അനുവദിക്കുന്നില്ല. അച്ഛാ, നമ്മുടെ അവൻ ശിക്ഷ കഴിഞ്ഞ് നല്ലൊരാകാശമായി തിരിച്ചു വരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം. അതല്ല, അതിനു മുൻപായി നീയോ ഈ കുടുംബത്തിലെ മറ്റാരെങ്കിലുമോ അവനൊപ്പം നിന്നാൽ അവർക്കുള്ള സ്ഥാനം ഈ പടിക്ക് പുറത്താണ്. അച്ഛാ, എവിടെ പോകാൻ? മതി, ഇനി ഇതിനെ കുറിച്ചൊന്നും സാരമില്ല, എല്ലാവർക്കും പോകാം.
കാര്യം എന്താ ഗോവിന്ദ്? അത് പിന്നെ എന്തായാലും പറയൂ ഗോവിന്ദ്. ഒരുപാട് നാളായി പറഞ്ഞു വരുന്ന മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്. നീ വളച്ചു കെട്ടില്ലാതെ പറയൂ ഗോവിന്ദ്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് തോന്നി എന്റെ സൗഹൃദം പ്രണയമായി കണ്ടതാണ് നിന്റെ തെറ്റ്. മീര, അപ്പോ നിനക്ക് എന്നെ ഇഷ്ടമല്ലേ? ഞാൻ വിളിച്ചാൽ നീ വരില്ലേ മീര? ഞാൻ നിന്റെ കൂടെ വന്നാൽ ഒരു അമ്മയില്ലാത്ത എന്റെ കുടുംബം ഒട്ടും അറിയിക്കാതെ വളർത്തിയ എന്റെ അച്ഛന്റെയും മുത്തച്ഛന്റെയും മനസ്സിന്റെ നീക്കൽ നീ അറിയുന്നുണ്ടോ? അവരുടെ ചിറകൊടിഞ്ഞ സ്വപ്നങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ നിനക്ക് സാധിക്കുമോ? അതപ്പോഴല്ലേ? അതിനുള്ള മറുപടി എന്ന് നീ വ്യക്തതയോടുകൂടി തരുന്നോ അന്ന് ഞാൻ നിന്റെ കൂടെ വരാം. അതുവരെ നീ എന്നെ ശല്യപ്പെടുത്തരുത് പ്ലീസ്. നിനക്ക് പോകാം. മീര, ഞാൻ നീ പോകുന്നോ അതോ ഞാൻ അച്ഛനെ ചാരം കൂടുന്നോ? ഓക്കെ ഞാൻ പോകാം. എന്തുവാടാ വിളിച്ചു പോകുന്നേ? പിന്നാലൊന്നും കിട്ടിയില്ലേ? പവിത്ര സാറിന്റെ ഫോട്ടോ പത്രത്തില് നമ്മുടെ പവിത്രന്റെ പത്രത്തിലോ? ഇനി അവനെ എങ്ങാനും പോലീസ് പിടിച്ചോ? വിദ്യാഭ്യാസം ഇല്ലാത്തോണ്ട് എന്നാ കുരുത്തക്കേട് ഒപ്പിച്ചാണ്. ഇത് പഴയ പത്രാണല്ലോടാ. ശരിയാണ് ചേട്ടാ. നീ അതൊന്ന് വായിച്ചേ. മലയാളല്ല മുതലാളി. ഇങ്ങോട്ട് കാട്ടെ, ഞാനൊന്ന് നോക്കട്ടെ. ഇത് ഇംഗ്ലീഷ് ആണല്ലോടാ. ഒത്തന്നല്ലേ ഞാനും പറഞ്ഞത്. നീ അകത്ത് പോയി മോളെ വിളിച്ചോണ്ട് വാ. വായിച്ചേ. അച്ഛനെന്തോ കുഴപ്പത്തിലാന്ന് തോന്നുന്നു. മുത്തശ്ശ, അച്ഛൻ ഈ വർഷത്തെ മികച്ച കർഷകനും റിസർച്ചിനുമുള്ള കേന്ദ്ര സർക്കാരിന്റെ അവാർഡും 5 ലക്ഷം രൂപയും ശില്പവും കിട്ടിയിരിക്കണേ. മുത്തശ്ശ, നമ്മുടെ പവിത്രനോ? അവനായിരിക്കില്ല. നീ ശരിക്കും നോക്ക് മോളെ. അതെ മുത്തശ്ശ. The award for 2018-19 is going awarded for the award of Bharatiya Krishi Anusandhan Parishat Award. He is nominated from Kerala for the best farmer research of 2018-19. He is awarded to Mr. Pavitram BC. He is honored with the cash amount of 5 lakhs and certificates by Indian government. അതെ മുത്തശ്ശ, അച്ഛൻ തന്നെ കിട്ടിയിരിക്കണേ. മുത്തശ്ശ, എന്റെ അച്ഛന് കിട്ടിയിരിക്കണേ. അച്ഛൻ ഈ വർഷത്തെ മികച്ച കർഷകനായ കേന്ദ്ര സർക്കാർ അവാർഡ് കിട്ടിയിരിക്കണേ. അവനോ? മലയാളം തന്നെ ശരിക്കറിയില്ല. അവൻ അവിടെ ചെന്ന് നമ്മളെ നാണം കെടുത്തോട്ടാ. അവൻ അവിടെ ചെന്ന് എന്ത് കാണിക്കാനാ? അതവൻ അറിഞ്ഞു കാണും. അതുകൊണ്ടാണ് 2 ആഴ്ചയായിട്ട് അവനിവിടെ കാണാത്തെ. വന്നല്ലോ. അച്ഛനിങ്ങോട്ട് നീങ്ങില്ല. എന്തുവാടാ? പാടി
വിവരക്കോ വിവരമില്ലാത്ത നിനക്ക് തന്നെയാണോടാ ഇത് കിട്ടിയത്? എനിക്ക് വിദ്യാഭ്യാസമില്ലെന്ന് അച്ഛനോട് ആര് പറഞ്ഞു? എന്റെ വിദ്യാഭ്യാസം പണ്ടേ 10 വരെ ആയിരുന്നെങ്കിലും തുടർന്നറിവ് നേടിത്തരാൻ പ്രചോദനമായത് എന്റെ ഈ മോള. ഇവ കൊണ്ടുവരുന്ന പൊതിക്കെട്ടുകൾ എനിക്ക് പഠിക്കാനുള്ള പുസ്തകങ്ങളായിരുന്നു. അതിൽ നിന്നാണ് ഞാൻ ഈ വിദ്യാഭ്യാസം നേടിയത്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലൂടെ PhD വരെ നേടി. എങ്കിലും ഒരു ഉത്തമ കൃഷിക്കാരനായി ജീവിക്കാനാണ് എനിക്കിഷ്ടം. അച്ഛൻ എന്നെ ഒരുപാട് വേണ്ടിച്ചിട്ടുള്ളത് എന്നെ ഒരു കൃഷിക്കാരനാക്കി മാറ്റിയത് അച്ഛനാണ്. അതുകൊണ്ട് തന്നെ ഈ അവാർഡും പൊന്നാടയും അച്ഛനുള്ളതാണ്. ഇത് ഞാൻ അച്ഛന് സമർപ്പിക്കുന്നു. ആ കിഷോറോ, പാടത്ത് കൊയ്യുവാനുള്ള സമയം 15 ദിവസം കഴിഞ്ഞിരിക്കണോ. ഇനി കൊയ്തില്ല എങ്കിലേ അത് കത്തിച്ച് കളയുന്നതാണ് നല്ലത്. നിന്റെ പണിക്കാർ നാളെ പാടത്തെത്തുമോ? എന്റെ പണിക്കാർ ബംഗാളികൾ എന്റെ ചതിച്ചു. ഇന്ന് രാവിലെ വരെ ഫോൺ വിളിച്ചിട്ട് അവർ ഫോൺ എടുക്കുന്നില്ല. 2 മാസമായി അവർ നാട്ടിൽ പോയിട്ട്. ഞാൻ എന്ത് ചെയ്യും? നീ എന്നെ ചതിച്ചല്ലോടാ. ഇനി ആരാ അതൊന്ന് കൊയ്തു തരാൻ? അച്ഛൻ വിഷമിക്കേണ്ട. ഞാൻ പണിക്കാരെ എല്ലാം ഇഷ്ടപ്പെടുന്നു. കൃഷിയാണ്. അതുകൊണ്ട് ഈ നാട്ടിലെ ഒരു കൃഷി നശിപ്പിക്കാൻ ഞാൻ കൂട്ടി നിൽക്കില്ല. നാളെ രാവിലെ തന്നെ അത് കൊയ്യാനുള്ള ആളുകൾ പാടത്തുണ്ടായിരിക്കും. വല്ല നാട്ടിലെ കാശിനെ സ്നേഹിക്കുന്ന ബംഗാളികളേക്കാൾ നല്ലത് കൃഷിയെ സ്നേഹിക്കുന്ന, നമ്മുടെ മണ്ണിനെ സ്നേഹിക്കുന്ന, നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന മലയാളികളാണെന്ന് അച്ഛൻ ഇപ്പോൾ മനസ്സിലായി. ഇവിടെ നിൽക്കണോ? എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. ലാഭത്തേക്കാൾ ഉപരി വിശ്വാസമാണ് എല്ലാറ്റിനും നല്ലത്. കണ്ടവരുണ്ടോ? നീ കണ്ടോ? നിറഞ്ഞു വിളഞ്ഞു, നിറഞ്ഞു വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങൾ, സ്വർണ്ണ നിറമുള്ള നെൽമണിക്കതിരുകൾ. മനുഷ്യനേക്ക് തിരികെ വരണം. അതുപോലെ മണ്ണിലേക്കും. ആൽമരമേ, നിന്നിൽ ഇല തളിർത്തു, നാട്ടിൽ നന്മ നിറഞ്ഞു, ഞാൻ തിരികെ എത്തി. ഇനിയും വരും പൂക്കാലം, പൂക്കളും കായ്കളും നിറയും. പൂക്കളിൽ തേനുണ്ണാൻ പൂത്തുമ്പി വരും, കായ്കൾ തിന്നാൻ കിളികൾ വരും. നന്മ നിറഞ്ഞ മരങ്ങൾ വളരട്ടെ, സ്നേഹം നിറയട്ടെ. ഇതുപോലെ ആരവാർന്ന ആഘോഷങ്ങൾ നാട്ടിൽ നിറയട്ടെ, നിറയട്ടെ.